തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അരയും തലയും മുറുക്കി പ്രചരണത്തിനിറങ്ങിയ അങ്കത്തട്ടിലെ ചേകവന്മാരുടെ കൂടെയാണ് ത്രീമാക്സ് ലൈവ് ഇപ്പോഴുള്ളത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂരിൽ നിന്നും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ത്രീമാക്സ് ലൈവിന്റെ ചേകവർ എന്ന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. നാടിന്റെ നെഞ്ചിടിപ്പായി തന്നിടും പുഞ്ചിരി സമ്മാനമായി കാരുണ്യവീഥിയിൽ വീര്യം പകർന്നു നാടിൻ വികസന നായകന് വോട്ട്. ആദ്യം മുതലേ UDF-ന്റെ ഒപ്പമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും വികസനങ്ങൾ റോഡുകളുണ്ട് ഈ വാർഡുകളിൽ. മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർമാരില് കൂടുതൽ ഒരു MLA ചെയ്തതുപോലുള്ള വികസനമാണ് ഈ ഞങ്ങളുടെ വാർഡിന് ഉണ്ടായിട്ടുള്ളത്. വെറും 50 മീറ്റർ കട്ടവിരിക്കലിന് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അതും അത്യാവശ്യ സ്ഥലങ്ങളിലേക്കൊന്നുമില്ല. കുറെ അവരുടേതായ കുടുംബങ്ങളിലേക്കും മുൻ മെമ്പറുടേതായ കുടുംബങ്ങളിലേക്കും അതല്ലാതെ അവരുടെ തറവാട്ടിൽപ്പെട്ട ആളുകളിലേക്കും അല്ലാതെ വേറെ ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല. ഇന്നേ വരെ ഇത്രയും കാലമായിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു കോഴിക്കുട്ടി പോലും ഈ പഞ്ചായത്ത് ഈ വാർഡിന്റെ മെമ്പർക്കോ അധികാരികൾക്കോ പാവപ്പെട്ടവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 15-ാം വാർഡിൽ ഇനി വികസനം ഒന്നും ചെയ്യാനില്ല. അവിടെ ഒന്നും ബാക്കിയില്ല. അത്ര മുൻ മെമ്പർ അത്രക്ക് ചെയ്തില്ല. ഇവര് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഉമ്മറും പിന്നെ അതുപോലത്തെ പോലെ സ്വന്തം ആൾക്കാർക്ക് റോഡ് വെള്ളം സൗകര്യം ചെയ്തു കൊടുക്കണം. BJP-ക്കൊപ്പം തന്നെയാണ്. കാരണം ഈ ദുർഭരണം LDF-ന്റെ UDF-ന്റെ ദുർഭരണത്തിനെതിരെ നമ്മൾ ശക്തമായി പോരാടേണ്ട റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ. LDF ആണെങ്കിൽ ഭരണം പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് UDF ആണെങ്കിൽ ഭരണം നിലനിർത്തുന്നു പറഞ്ഞിട്ട് ഉള്ളൊരു മത്സരപ്പെടണം. BJP-ക്ക് അനുകൂലമായിട്ട് വരണം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വികസനം ഇനി ചെയ്യാനില്ല ഇവിടെ. അങ്ങനത്തെ വികസനമാണ് ഈ 15-ാം വാർഡിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളോട് മൊത്തത്തിൽ നിങ്ങൾ ചോദിച്ചറിയാവുന്നതുള്ളൂ. ഹംസ മെമ്പർ സാധാരണ മറ്റു മെമ്പറിനെക്കാട്ടും എന്താണ് ഈ പഞ്ചായത്ത്, എന്താണ് വാർഡ് എന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തന്ന ഒരാളാണ്. പക്കാട്ടുകുളം പറഞ്ഞൊരു കുളമുണ്ട് ഈ നാട്ടിൽ. അതിന് 50 ലക്ഷം രൂപ അവർ ചെലവഴിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ പദ്ധതി പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇലക്ഷനൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 15-ാം വാർഡിനെ പറ്റി, ഈ വാർഡ് ആർക്കൊപ്പം, എന്താണ് ഈ വാർഡിനെ പറ്റി പറയാനുള്ളത്? ആദ്യം മുതലേ UDF-ന്റെ ഒപ്പമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതിന് മറികടക്കപ്പോൾ ഒരു പ്രാവശ്യം അടുത്ത വർഷം വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ചിട്ട് അതിന് മുന്നൊക്കെ UDF-ന്റെ കയ്യിലാണ്. ഇങ്ങനെ എൻ്റെ അഭിപ്രായം. ഇനി എങ്ങനെ ആവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വികസനമൊക്കെ അത് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. UDF ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വാർഡിനെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം? ഈ വാർഡ് മാറ്റം വരും. ഈ മാറ്റം അനിവാര്യമാണ് ഈ വാർഡിന്. ഈ വാർഡിന്റെ എല്ലാ മേഖലയും ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിൽ വികസനങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും വികസനങ്ങൾ റോഡുകളുണ്ട് ഈ വാർഡുകളിൽ. പിന്നെ അതുപോലെ തന്നെ LDF സർക്കാരിന് നടപ്പിലാക്കി വരുന്ന ലൈഫ് പദ്ധതി, അതിൽ വീടുകൾ ഏറ്റവും കുറഞ്ഞ വീടുകൾ കൊടുത്ത വാർഡാണ് 15-ാം വാർഡ്. ഈ വാർഡ് ഇപ്രാവശ്യം LDF പിടിച്ചടക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്ഥാനാർത്ഥിക്ക് നല്ലൊരു മതിപ്പുണ്ട്. ഈ വാർഡ് ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും. LDF പിടിച്ചടക്കും സാഹിർ ഹംസ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ 15-ാം വാർഡ് എപ്പോഴും UDF-ന്റെ ഒപ്പം ഉണ്ടാവുക. കാരണം ഇത്ര ഒരു ഭരണനേട്ടം ഉണ്ടായ ഒരു വാർഡ് ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ മെമ്പർ ഹംസ മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർമാരില് കൂടുതൽ ഒരു MLA ചെയ്തതുപോലുള്ള വികസനമാണ് ഈ ഞങ്ങളുടെ വാർഡിന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഈ മെമ്പർ നിർത്തിയ മെമ്പർ ഈ 21 മെമ്പർമാരില് സ്ഥാനാർത്ഥികളില് അമ്മ പെറ്റ മക്കളില് എല്ലാം കൊണ്ടും കഴിവുള്ള വ്യക്തിയാണ് ഈ സെലിമ ടീച്ചർ. അതിന് യാതൊരു സംശയമില്ല. കാരണം ആ കുട്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ കൂടെ പോയ ആളാണ്. ഏത് വലിയവരോടും ചെറിയവരോടും കുട്ടികളോടും വൃദ്ധന്മാരോടും യുവാക്കളോടും യുവതികളോടും വളരെ സൗമ്യ രീതിയിലാണ് ആ ടീച്ചർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ സംശയങ്ങളൊന്നുമില്ല ഈ 15-ാം വാർഡ്. തിരുവേഗപ്പുറ പഞ്ചായത്തിനൊപ്പം ഈ വാർഡും ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്വജനപക്ഷപാതത്തിന്റെ ഉദാത്തമായൊരു മാതൃക അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് ഈ വാർഡിലൂടെ സഞ്ചരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് വെറും 50 മീറ്റർ കട്ടവിരിക്കലിന് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അതും അത്യാവശ്യ സ്ഥലങ്ങളിലേക്കൊന്നുമില്ല.
കുറെ അവരുടേതായ കുടുംബങ്ങളിലേക്കും മുൻ മെമ്പറുടേതായ കുടുംബങ്ങളിലേക്കും അതല്ലാതെ അവരുടെ തറവാട്ടിൽപ്പെട്ട ആളുകളിലേക്കും അല്ലാതെ വേറെ ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല. ഇനിയിപ്പോ ഈ തിരുവേപ്ര പഞ്ചായത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ബേസിക് ആവശ്യങ്ങളാണല്ലോ വെള്ളം, വെളിച്ചം, പാർപ്പിടം. ഇതിനൊക്കെ തുരങ്കം വെച്ചൊരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാഞ്ഞാമ്പ്ര കുടിവെള്ള പദ്ധതി അത് 3 പഞ്ചായത്തുകളായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യമായിട്ട്. അതിന് തുരങ്കം വെച്ചിട്ട് എത്രമാത്രം അത് വലിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം വലിപ്പിച്ചിട്ടുള്ളൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. കാരണം എന്താ വെച്ചാല് അവിടെ സ്ഥലം വിട്ടുതരാ എന്ന് പറഞ്ഞ ആളോട് പോയി ഇവിടെ എത്രയല്ല സ്ഥലത്തിന് വില, ഇതിൽ കൂടുതൽ കിട്ടുന്നൊക്കെ പറഞ്ഞ് മുടക്കിയിട്ട് 5 വർഷം നീട്ടിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ഒരു ഗതി കെട്ടിട്ടാണ് ഇപ്പോൾ അതിൽ ഒപ്പിട്ടത്. ഇപ്പൊ അതിൽ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഒക്കെ മുന്നോടിയായിട്ട് മോശം വെള്ളം ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ ഒക്കെ മഞ്ഞപ്പിത്തും കോളറൊക്കെ പിടിപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വെള്ളത്തിന്റെ കാര്യം അങ്ങനെ. വെളിച്ചത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ MLA മുഹമ്മദ് മുസ്ലിം ഇവിടേക്ക് അനുവദിച്ച ഐമാസ് ലൈറ്റ് ഫസ്റ്റ് ഘട്ടം എന്തായാലും ഈ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകൾ സ്വീകരിച്ചപ്പോൾ അത് സ്വീകരിക്കാത്ത ഏക പഞ്ചായത്താണ് ഇത്. മനസ്സിലായില്ലേ? അങ്ങനെ ജനങ്ങൾക്ക് വെളിച്ചം നിഷേധിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. ഇനി ലൈഫ് ഭവന പദ്ധതി, പാർപ്പിടാണ് മനുഷ്യന് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്. ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ ഏറ്റവും കുറച്ച് അതിൽ അനുവദിച്ച ഒരു പഞ്ചായത്താണ് തിരുവേഗപ്പുറ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കുറച്ച് ഭവന പദ്ധതി ഞാൻ മനസ്സിലാക്കുന്നത് 7 എണ്ണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കുറച്ച് അനുവദിച്ചൊരു വാർഡ് കൂടിയാണിത്. അപ്പോൾ ഇതിനൊക്കെ എന്തായാലും ഈ വാർഡും അതോടൊപ്പം തിരുവേപ്ര പഞ്ചായത്തും ഇപ്രാവശ്യം വിധി എഴുതുന്നതാണ് പൊതുവെയുള്ള ഒരു പ്രതീക്ഷ. 15-ാം വാർഡിൽ ഇനി വികസനം ഒന്നും ചെയ്യാനില്ല, അവിടെ ഒന്നും ബാക്കിയില്ല. അത്ര മുൻ മെമ്പർ അത്രക്ക് ചെയ്തിട്ടില്ല. ഇത് UDFന്റെ വാർഡാണ്. പക്ഷെ ഈ തവണ ഞങ്ങൾ പിടിച്ചിരിക്കും. അതറിയോ? പിന്നെ ഇവിടുത്തെ ഭരണം വളരെ മോശമാണ്. 10-20 കൊല്ലമായി പിന്നെ പഞ്ചായത്ത് ഭരണം തുടങ്ങി. വളരെ മോശം. ഇവര് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഉമ്മറും പിന്നെ അതുപോലത്തെ പോലെ സ്വന്തം ആൾക്കാർക്ക് റോഡ്, വെള്ളം, സൗകര്യം ചെയ്തു കൊടുക്കണം. വൺ സൈഡാണ്. വീട്ടുനീതി ആയാലും കൂടി അങ്ങനെ. അത് ഇവിടെ പ്രസംഗിച്ചില്ലേ ആര്? സരിൻ. അതാണ് ഇതിൻ്റെ യഥാർത്ഥം. ലീഗേരെ ഒരു കുത്തകയാണ് മുസ്ലിം ലീഗ്. പക്ഷെ ഈ പ്രാവശ്യം ചെങ്കൊടി ഞങ്ങൾ പാറിക്കും. ലീഗിന്റെ വാർഡ് തന്നെയാണ്. ലീഗിനെ ഉറപ്പായിട്ട് ഈ വാർഡ് ഇത് ഷുവർ വാർഡാണ്. കൂടുതലും ഇവിടെ ലീഗുകാരനാണ് ഉള്ളത്. ഷുവറായിട്ടും ലീഗിന് തന്നെ കിട്ടാൻ ചാൻസ്. വാർഡില് രാഘവൻ നായർ പ്രസിഡന്റ് ആയി പോയതിനു ശേഷം, ഭരണം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് ആയിരുന്നു ഇവിടെ ഭരിച്ചത്, UDF. ഇന്നേ വരെ പാവപ്പെട്ടവനക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ ഒരു വ്യക്തി ദേഷ്യം വരുള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനാണ്. പക്ഷെ ഇന്നേ വരെ ഇത്രയും കാലമായിട്ട് 60 വയസ്സ് കഴിഞ്ഞാണ് ഒരു കോഴിക്കുട്ടി പോലും ഈ പഞ്ചായത്ത്, ഈ വാർഡിന്റെ മെമ്പർക്കോ അധികാരികൾക്കോ പാവപ്പെട്ടവന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ടോ പാർട്ടിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ നോക്കിയിട്ട് അവർ കൊടുക്കണം. പിന്നെ ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ അടുത്ത വർഷത്തിന് വോട്ട് ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് പറ്റിയവരോടും അത് ചെയ്യാനും പറയും. അത് ഇനി മുതൽ ഇപ്പൊ അത് കിട്ടാൻ വെച്ചിട്ട് പറയാല്ല. ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വെച്ചിട്ട് പറയില്ല. ഇന്നേ വരെ എനിക്ക് കിട്ടിയില്ല. 3 പെൺകുട്ടികളാണ് എനിക്ക്. ഒരു ഓടിട്ട വീടാണ്. ഒരാനുകൂല്യം എനിക്ക് കിട്ടിയില്ല. അറിയാക്ക്. പിന്നെ ആർക്കും കൊടുത്തുന്നവർ പറഞ്ഞു വ്യക്തിപരമായിട്ട് കട്ട വിരിച്ചോ അല്ലെങ്കിൽ അവനെ വീട്ടിലേക്ക് റോഡ് വെട്ടി, അതൊന്നും വ്യക്തിപരമായിട്ട് ചെയ്യണമെന്നല്ല. രാഷ്ട്രീയപരമായിട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രതിനിധി ചെയ്യണം, ജനങ്ങൾക്ക് സേവനം ചെയ്യാം. അതല്ലേ പ്രതിനിധി ചെയ്യേണ്ട. MLA ആട്ടെ, MP ആട്ടെ, മന്ത്രി ആട്ടെ. ഇപ്പൊ അടുത്ത വർഷം വായിക്കേണ്ടി, അടുത്ത വർഷത്തിന്റെ പല ആനുകൂല്യങ്ങളും വന്നിട്ട് വ്യക്തി നോക്കിയിട്ടല്ലല്ലോ, കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കാണ്. പാർപ്പിടമായാലും കുടിവെള്ളമായാലും കറണ്ടായാലും വൈദ്യുതി ആയാലും മറ്റേ റോഡായാലും എന്ത് വികസനമായാലും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഈ ഭരണം ഇവിടെ ഇതുവരെയും വന്ന ഭരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ 15-ാം വാർഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈ വാർഡ് ആർക്കൊപ്പം? 15-ാം വാർഡ് ഒരു കാലത്ത് കഴിഞ്ഞ പ്രാവശ്യത്ത് 11-ാം വാർഡായിരുന്നു. ഇപ്പൊ ഇത് 15-ാം വാർഡായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ പറ്റി 15-ാം വാർഡ് എന്ന് പറഞ്ഞാല് ഒരു UDFന്റെ 100-90% UDFന് അനുകൂലമായിട്ട്, അതായത് മുസ്ലിം ലീഗിന്റെ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവരുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ ഉള്ളത് UDFന്റെ, അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സലീമ ടീച്ചർക്കായിരിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഈ വാർഡ് ആർക്കൊപ്പം? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ വാർഡ് 14ആണ്.
അത് UDF-ന്റെ കൂടെ ആവാനാണ് ചാൻസ്. ഒരു പുതിയൊരു വാർഡ് വെട്ടുണ്ടാക്കിയതാണ്. അതൊരു 99% UDF-ന്റെ കൂടെ നിൽക്കാനാണ് ചാൻസ്. പിന്നെ കാലങ്ങളോളായിട്ട് ഇവിടെ UDF ആണ് തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരിക്കുന്നത്. എല്ലാ മേഖലകളിലും നല്ലോണമുള്ള വികസനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്പെഷ്യലി ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം 15 വാർഡ് ഹംസയായിരുന്നു മെമ്പർ. കഴിയുന്നതിൽ ഒരുപാട് വികസനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ വാർഡ് ആർക്കൊപ്പം? എന്താണ് ഈ വാർഡിനെ പറ്റി പറയാനുള്ളത്? ഈ വാർഡ് അടുത്ത മത്സരം നടക്കുന്ന വാർഡാണ് 13. അത് ജയിക്കുന്ന പ്രവചിക്കാൻ പറ്റില്ല. അത്ര നല്ല മത്സരം നടത്തുന്നത് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള വർക്ക് ത്രികോണ മത്സരം നല്ല വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ BJPക്ക് അനുകൂലമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളതിനൊരു വർക്ക് ചെയ്യുന്നത് എല്ലാ പാർട്ടിക്കാരും അതുപോലെ തന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ LDF ഭരിക്കുന്ന വാർഡാണ്. പ്രാവശ്യം ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ഷനെ അടുത്തു വന്ന ഈ സാഹചര്യത്തിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇത്തവണ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് പറയാനുണ്ടായ ഒരു പ്രധാന കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവേഗപ്പുറ പഞ്ചായത്തിൽ UDF ഭരണസമിതി നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും തന്നെയാണ്. എല്ലാ മേഖലയിലും ഈ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ആ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തിന്റെ തനത് പ്രവർത്തനമായി കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമാണ് UDF-ഉം അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണ സമിതിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു കുളക്കാട്ടുകുളം പറഞ്ഞൊരു കുളമുണ്ട് ഈ നാട്ടിൽ. അതിന് 50 ലക്ഷം രൂപ അവർ ചെലവഴിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ പദ്ധതി പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ UDF-നെയും ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതിനെയും വെല്ലുവിളിക്കണേ. അവർക്ക് ഇന്ന് ആ കുളക്കാട്ടോളം പോയി സന്ദർശിച്ച അതിന്റെ വസ്തുത ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഒരു കാക്ക കുഞ്ഞിന് അതിലിറങ്ങി കുളിക്കാൻ ഒന്ന് മുങ്ങി നിവരാൻ പോലും പറ്റാത്തത്ര ശോചനീയ അവസ്ഥയിൽ പുല്ലും പൊന്തയും ചണ്ടിയും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അത് അവരുടെ അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കൊടുത്ത ഈ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പില് ഈ വാർഡ് ആയിരിക്കാന്ന് തന്നെ പറയാനൊക്കെ ഒരു ധൈര്യം കിട്ടുന്നില്ല. BJPക്കാന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ. ഈ വാർഡ് എന്ന് പറയുന്ന എല്ലാ വാർഡിലും കട്ടക്കുള്ള മത്സരമാണ്. കട്ടക്ക് മത്സരമാണ്. പിന്നെ ഈ വാർഡ് വിഭജനം കാരണം കൊണ്ടേ ഈ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിമറിച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ ഈ വോട്ട് ഇവിടുത്തെ ഈ വാർഡിലെ വോട്ടൊക്കെ തിരുവാപ്പുറയിലെപ്പെട്ട അങ്ങനെ ഈ വോട്ടുകൾ ഛിന്ന ഭിന്നമായ കാരണം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിയമിക്കാൻ പറ്റും, ഒരു നിഗമനത്തിലെത്താൻ പറ്റും. നല്ല കടുത്ത മത്സരം. LDF ആണെങ്കിൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് UDF ആണെങ്കിൽ ഭരണം നിലനിർത്തുമെന്നും പറഞ്ഞിട്ട് ഉള്ളൊരു മത്സരം ഇപ്പോൾ തുടങ്ങും. കട്ടക്കുള്ള മത്സരം. ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ വാർഡ് വിഭജനമൊക്കെ വന്നാലേ ഈ ഇവിടുത്തെ ഇപ്പോൾ ഒരു പുതിയ 14 വാർഡിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ നീളം. 1.5 കിലോമീറ്റർ. അപ്പൊ ജനങ്ങൾക്കൊക്കെ മത്സരം ഈ അറ്റത്ത് ചിലപ്പോൾ അങ്ങോട്ട് പോയിന്നൊന്നും പറ്റില്ല. സഹായിക്കണ്ട. തെക്കുമലയില ഞങ്ങൾ ഈ 13-ാം വാർഡിലെ വോട്ട് തെക്കുമലയിൽ നിന്ന് വരണം. തെക്കുമലയിൽ ജൽവി വരുന്ന വരില്ലാണ്. അതിൽ എല്ലാ വോട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ അപാകതയൊക്കെ വന്നിട്ടുണ്ട്. നല്ല അപാകത വന്നേക്കുന്ന ഈ വാർഡ് വിഭജനത്തിൽ. ഇത് 15-ാം വാർഡാണ്. അത് UDF-നൊപ്പം നിൽക്കും. ഞങ്ങൾ 13 ഞങ്ങൾ കോൺഗ്രസ്സുകാരനാണ്. 100% ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകൾ ഞങ്ങൾ ജയിക്കുന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം അത്രയും വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത്. ഇപ്പോൾ 10-15 വർഷമായിട്ട് മൊത്തം 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ 5 വർഷമായിട്ട് വിട്ടു പോയിട്ടുള്ളൂ. ബാക്കി ഈ ഉള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ UDF ഭരണ സംവിധാനം ഉള്ളത്. ആ ഭരണ സംവിധാനത്തിൽ വികസന കാര്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ഇതാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളുടെ വിചാരം. UDF ജയിക്കുന്ന ഒരു പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കുക, നമ്മളല്ലല്ലോ. പിന്നെ പൊതുജനമല്ലേ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആൾക്കാർ. അപ്പോൾ അവരും ഉൾക്കൊള്ളാൻ അവർക്കും കഴിയും. കാരണം ഭരണസമിതി അത്ര വലിയൊരു മോശപ്പെട്ട ഒരു ഭരണ സംവിധാനം അല്ല ഇവിടെ നടത്തുന്നത്. കാരണം വികസന കാര്യത്തിലായാലും ശരി, കാരുണ്യ പ്രവർത്തനത്തിലായാലും ശരി, ജനസഹായത്തിലായി നല്ല ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. ഞങ്ങളൊക്കെ അതിനു വേണ്ടി ഇപ്പോഴും അതിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. നല്ല കാര്യങ്ങൾക്കായിട്ട് മാത്രം. എന്താ വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ 15-ാം വാർഡിലാണ്. ഞാൻ ഇവിടെ 13-ഉം 14 15-ാം വാർഡിൽ.
15ാം വാർഡിനെ പറ്റി എന്താണ് അഭിപ്രായം? കഴിഞ്ഞ മെമ്പർ നല്ലൊരു മെമ്പറായിരുന്നു, കുഴപ്പമില്ലാത്ത ഒരാളാണ്. തവണ വന്നിട്ടുള്ളതും ടീച്ചറാണ്, നന്നാവുമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് പറയാൻ പറ്റും. പഞ്ചായത്തിന്റെ കാരണം വ്യക്തികളെ നോക്കിയിട്ടല്ലോ അവർ വോട്ട് ചെയ്യുക. പാർട്ടിയെ നോക്കിയിട്ട് ആരും വോട്ട് ചെയ്യില്ല, വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അപ്പോൾ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുത്തിയും അല്ലെങ്കിൽ BJP-കാർക്ക് ആരാണോ നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു അനുസരിച്ച് കൊടുക്കും. 13ാം വാർഡ് അമീദിന് വോട്ട് കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി കൊടുക്കുക. ഈ വാർഡിനെ പറ്റി എന്താ പറയാൻ? നല്ല അഭിപ്രായം, നല്ല വാർഡ്, കുഴപ്പമൊന്നുമില്ല, അനുകൂലം ഉണ്ടാവും എല്ലാവർക്കും വേണ്ടി. ഞാൻ ലീഗുകാരനാണ്, കൈപ്പറ്റിക്കാണ്. എന്താണ് ഈ വാർഡിനെ പറ്റി പറയാനുള്ളത്? അമീത് സ്ഥാനാർത്ഥിയാണ്, ജയിക്കുന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഈ വാർഡ് സ്ഥാനാർത്ഥി ഏതാ നല്ല സ്ഥാനാർത്ഥി നോക്കിയിട്ട് ജനങ്ങൾ തീരുമാനിക്കും, ആ ആൾക്ക് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് ഉപകാരമാണ്. അതെ, വികസനങ്ങൾ ഇപ്പോ പൊതുവെ വികസനം കുറവാണ് മൊത്തത്തിൽ. അപ്പൊ ഇനി വികസനം കൊണ്ടുവരാൻ പറ്റിയ പാർട്ടി ഏതാണെങ്കിൽ ആ പാർട്ടി വോട്ട് ചെയ്യുക. വാർഡ് BJP-ക്കൊപ്പം തന്നെയാണ്. കാരണം ഈ ദുർഭരണം LDF-ന്റെ UDF-ന്റെ ദുർഭരണത്തിനെതിരെ നമ്മൾ ശക്തമായി പോരാടേണ്ട. ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, ഒന്നാണ്ട് പിടിക്ക് കാണണം. കാരണം അതൊന്ന് കാണിക്കേണ്ട ഇതുണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, ഇത് കാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കണം. പിന്നെ പല ആൾക്കാർ വീട്ടിന് മറ്റേ അപേക്ഷിച്ചിട്ടും കിട്ടാത്ത അവസ്ഥകളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ അവസ്ഥ വരുന്നത്. അപ്പൊ ഈ BJP-ക്കാണ് എല്ലാവരും ഇവിടെ വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ BJP തന്നെ ജയിക്കുള്ളൂ. LDF-ഉം UDF-ഒക്കെ ഭയങ്കര റഫായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഈ വാർഡിൽ. അപ്പൊ നമ്മള് BJP വരുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക്. ഈ വാർഡ് ആർക്കൊപ്പം? ഇങ്ങനൊരു വികസനം ഇനി ചെയ്യാനില്ല ഇവിടെ. അങ്ങനത്തെ വികസനമാണ് ഈ 15ാം വാർഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ ഒരു പാർട്ടിക്കും ഭരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ പ്രവർത്തനവും അങ്ങനത്തെ വികസനവുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി വോട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല വികസനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എത്ര 15ാം വാർഡില് ഈ 5 വർഷം കൊണ്ട് 2 കോടിയിലധികം ഉറുപ്പിക ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് ഈ പഞ്ചായത്തില്, ഈ വാർഡിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലും മീതൊന്നും കൂടുതൽ ഇപ്പൊ ഇനി വേറൊരു പാർട്ടിക്കാർ വന്നാൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഇവിടെ ഒന്നും വികസനത്തിലില്ല, എല്ലാം കഴിഞ്ഞിക്കണു. എന്നാലും ഇനി വികസനങ്ങൾ വരും, ഇനി വരും. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ ഇനി വോട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം. വാർഡ് UDF-ന്റെ ഒപ്പമാണ്, UDF-നാണ്. UDF-ന് തന്നെ ഈ വാർഡ് കിട്ടാൻ സാധ്യത കാണുക. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ വലിയ ഇതൊന്ന് അടിപൊളി നടന്നാലുള്ളൂ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഉണ്ടാവും, നടക്കും. UDF-ന് തന്നെ അങ്ങനത്തെ ഒരു അട്ടിമറിയൊന്നും ഇവിടെ കാണുന്നില്ല. വികസനം നമ്മള് പഴയ ഇതുവരെ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങൾ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് ഇവിടെ. ഞാനൊരു ലീഗ് പ്രവർത്തകനും കൂടിയാണ്, ഞാനതേ പറയുള്ളൂ, ഇല്ലാത്ത പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് തിരുവപ്പുറ പഞ്ചായത്ത്. ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ വാർഡിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? വാർഡിനെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഭാഗത്തേക്കൊരു റോഡ് അനിവാര്യമായിരുന്നു. ആ കാര്യം നമ്മളെ അറിയിച്ചിരുന്നു. ആ കാര്യം വളരെ ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുക്കുകയും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി തരികയും ചെയ്ത ആളാണ് കഴിഞ്ഞ വാർഡ് മെമ്പർ ഹംസ സാഹിബ്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് സാഹിബ്. എല്ലാവർക്കും അതിൻ്റെ നന്ദി, കൃതജ്ഞത അറിയിക്കുകയാണ്. ഞാൻ 13ാം വാർഡിലെ പ്രതിനിധിയാണ്. സാധാരണ കൂടുതലായിട്ടുള്ളത് അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം അതേ മുന്നണി തന്നെ മുന്നോട്ട് പോകുന്നുള്ളൊരു അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലത്ത് പൊതുവെ സംതൃപ്തരാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് 13ാം തീയതി റിസൾട്ടിന് ശേഷം പറയാൻ പറ്റും. 14ാം വാർഡിലാണ് ഇപ്പം ഞാനുള്ളത്. മുമ്പ് 9ാം വാർഡിലായിരുന്നു, ഇപ്പോൾ 14ാം വാർഡാണ് അത്. അതിൽ LDF-ഉം UDF-ഉം പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഒരു മുന്നണികൾക്കും 3 മുന്നണികൾക്കും സാധ്യതകളുണ്ട്. പിന്നെ പുതിയ വാർഡായതുകൊണ്ട്
മുന്നേ വികസനങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഇനി അങ്ങോട്ട് കാണാം വികസനങ്ങൾ പുതിയ തെരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് കാണാം. 14-ാം വാർഡ് ഇപ്രാവശ്യം പുതിയ ഉണ്ടായ വാർഡാണ്. പുതുതായത് അതായത് തിരുവേപ്ര പഞ്ചായത്തിൽ 18 എന്നുള്ള 21 വാർഡായി. അതിൽ 14-ാം വാർഡ് പുതിയതായിട്ടുള്ളൊരു വാർഡ് ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ UDF-ന്റെ അനുകൂല വാർഡാണ് കാണാനുള്ളത്. കാരണം വോട്ടർമാർ കൂടുതൽ അഭിപ്രായം UDF-ന് അനുകൂലമായിട്ട് പറഞ്ഞു. പിന്നെ നല്ല ഭരണമാണ് UDF കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് UDF-ന്റെ ഒപ്പം നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വാർഡില് ഇടത് വലത് മുന്നണികൾ കാലങ്ങളായിട്ട് മത്സരിക്കുന്ന ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിൽ കുറേ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിത്തട്ടിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായി റോഡുകൾ ഇല്ലാത്ത, റാമ്പുകളില്ലാത്ത, നമ്മളിപ്പോൾ ഈ നിന്ന് സംസാരിക്കുന്നതിൻ്റെ മുകളിൽ പോലും റാമ്പുകളില്ലാത്ത വീടുകളുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പെരുമഴ തീർത്ത ഒരു പഞ്ചായത്താണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അത് അടിസ്ഥാനപരമായി നമ്മൾ ഫീൽഡിലൂടെ പോകുമ്പോൾ ഇനിയും സ്ട്രീറ്റ് ലൈറ്റുകൾ എത്താത്ത, അതുപോലെ തന്നെ അടിസ്ഥാന രേഖകൾ റെഡിയല്ലാത്ത, ഇന്നത്തെ കാലത്ത് ഏറ്റവും SIR-ൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ആളുകൾ ഭയപ്പെടുന്നത് എൻ്റെ അടിസ്ഥാന രേഖകൾ ഇല്ലെങ്കിൽ, ശരിയല്ലെങ്കിൽ എനിക്കെന്ത് സംഭവിക്കുന്ന, അങ്ങനെ വ്യക്തിപരമായിട്ട് രേഖകൾ ശരിയല്ലാത്തതിൻ്റെ പേരിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുള്ള ആളുകളൊക്കെ ഉള്ള ഒരു വാർഡായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അഖില P-യെ ഇവിടെ മത്സരിപ്പിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള കുറേ സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ പിന്തുണ അഖിലക്കുണ്ട്. അഖിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ MA ജേർണലിസം ഉള്ള, ഈ ചാനൽ പോലെയുള്ള ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ജനങ്ങളുടെ ഇടയിൽ ഇടപെടാനും ആളുകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കപ്പാസിറ്റിയുള്ള ഒരാളാണ് ഉള്ളത്. ഒരുപക്ഷെ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് തിരുവേപ്ര പഞ്ചായത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെയധികം മുന്നിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ അടിത്തട്ടിലെത്തിക്കാൻ കരുത്തും പ്രാപ്തിയുമുള്ള അഖിലയെ പോലുള്ള ഒരാൾ വിജയിച്ചു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ അതുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം തന്നെയാണ്, മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. അതീവ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഈ വാർഡില് പൊതുവെ ഞങ്ങളിലുള്ള ചില ആളുകളുടെ റിമാർക്ക് ഞങ്ങളുടെ ഈ കുടുംബങ്ങളിലും മറ്റൊക്കെ വലിയ വികസനം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ 11 വാർഡായിരുന്നു ഇതിന്റെ മുമ്പ്. ഈ വാർഡിൽ ഇനി ഞങ്ങൾ ചെയ്യാത്ത ഒരു വർക്കില്ല. അതായത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും കാര്യമൊക്കെ കാരണത്തൊക്കെ കട്ട് ചെയ്ത കാരണം എല്ലാ ഭാഗങ്ങളിലും ശരിക്കും ഞങ്ങളെ മുൻ മെമ്പർ ഹംസ നന്നായി ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് രാഷ്ട്രീയ പ്രതിരോധം നടത്തുന്ന ചില ആളുകൾക്കുള്ള അഭിപ്രായങ്ങളാണ് എന്ത് അവരെ ആ ഭാഗങ്ങളിൽ മാത്രം ചെയ്തു. അത് പൊതുവെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ആ ഒരു കാര്യങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രസക്തി ഇല്ല. ഇവിടുത്തെ ജനങ്ങളോട് മൊത്തത്തിൽ നിങ്ങൾ ചോദിച്ചറിയാവുന്നതുള്ളൂ. ഹംസ മെമ്പർ സാധാരണ മറ്റു മെമ്പറെക്കാട്ടും എന്താണ് ഈ പഞ്ചായത്ത്, എന്താണ് വാർഡ് എന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തന്ന ഒരാളാണ്. ഈ വാർഡ് തീർച്ചയായിട്ടും വത്സൽ ടീച്ചറോടൊപ്പമാണ്, ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ 9.5 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുള്ള സാമൂഹ്യപരമായ വികസനങ്ങളൊന്നും ഈ അടിത്തട്ടിലെത്തിയിട്ടില്ല. ലൈഫ് ഭവന പദ്ധതി ആയിക്കൊള്ളട്ടെ, മറ്റ് പദ്ധതികളായിക്കൊള്ളട്ടെ, ഒന്നും ഈ അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ഈ 9.5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി കൊടുത്ത സംസ്ഥാന സർക്കാർ. ആ പദ്ധതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് വീടുകൾ കൊടുത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്ത്. ആ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കുറവ് വീടുകൾ കൊടുത്തൊരു വാർഡാണ് 15-14 വാർഡ്, കഴിഞ്ഞ 11-ാം വാർഡ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു ജനരോക്ഷവും ഉണ്ടാവും. ഇവരുടെ അഹങ്കാരവും അഹന്തക്കെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ഈ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾക്കെതിരെ ഇവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള ജനവികാരങ്ങൾ ഇളകി വരും. 11-ാം വാർഡ് അതിന് മുന്നേ ഒക്കെ ഞങ്ങൾ UDF-നെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഇതിന്റെ വീണ്ടും തുടർന്ന് അതന്നെ പോകും. അതിന് വേറെ ഒന്നുമില്ല. എൻ്റെ വാർഡ് 15-ാം വാർഡാണ്. അവിടെ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും, പരിപൂർണ ഉറപ്പാണ്. ഞങ്ങളെ വാർഡിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നത്തെ മെമ്പർ 99% വികസനം നടത്തിയിട്ടുണ്ട് ഇവിടെ. അതുമല്ല ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള ഒരു വാർഡാണ് 15.
വാർഡ് ആർക്കൊപ്പം എന്ന് വെച്ചാല് 3 മുന്നണിയും ഒരേമാതിരി തന്നെയാണ്. ഇത് കണ്ടറിയ തന്നെ വേണം. എന്താണ് വാർഡിന്റെ വികസനത്തെ പറ്റിയൊക്കെ പറയാൻ? വികസനം നല്ല വികസനം. ഈ വാർഡ് 45 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന വാർഡാണ്. അതിലിടക്ക് ഒരു 5 വർഷം മാത്രമാണ് UDF കിട്ടിയിട്ടുള്ളത്. ഇത്തവണ ഈ വാർഡ് തിരിച്ചു പിടിക്കും. കാരണം കൂടുതൽ കാര്യങ്ങളെല്ലാം തിരുവേപ്ര പഞ്ചായത്ത് UDF ഭരിക്കുന്നത് കൊണ്ട് ആ ഭരണത്തോടൊപ്പം നിൽക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക്, 13ാം വാർഡിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത്തവണ തിരുവേഗപ്ര പഞ്ചായത്ത് UDF അതുപോലെ ഈ 13ാം വാർഡും UDF പിന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന ന്യൂനപക്ഷങ്ങളോടുള്ള അതിശക്തമായ അവഗണനക്കെതിരെ ഒരു വോട്ട് എന്ന നിലക്ക് തന്നെ ഇവിടുന്ന് കൃത്യമായ ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഈ വാർഡ് അങ്ങനെ കയറ്റ് മത്സരമാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് വാർഡിനെ പറ്റി പറയാനുള്ളത്? വാർഡ് പിന്നെ ഇടതുപക്ഷമാണ് ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. അതിലൊരു തവണ UDF ഭരിച്ചിട്ടുണ്ട്. പിന്നെ മത്സരം നല്ല ടൈറ്റാണ്. വാർഡിന് കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റി? വികസനം കുഴപ്പമില്ല, വികസനം ഉണ്ടായിട്ടുണ്ട്. ഇത് പൊതുവെ മൊത്തത്തില് വികസനം എല്ലാം നടന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഈ വാർഡ് ആർക്കൊപ്പമാണ്? എന്താണ് വാർഡിനെ പറ്റി പറയാനുള്ളത്? ഫുഡാണ് വികസനങ്ങളെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും